ഹായ്, എല്ലാവരുടെ ഒരു ഡൗട്ടാണ് ബോഡിയിൽ നിന്ന് മെഷർമെന്റ്സ് എടുത്തിട്ട് എങ്ങനെയാണ് ചുരിദാർ അല്ലെങ്കിൽ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യണേന്ന്. ഇനി നമുക്ക് സ്ലിറ്റ് ഉള്ള ചുരിദാർ ബോഡിയിൽ നിന്ന് മെഷർമെന്റ്സ് എടുത്തിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളതിന്റെ വീഡിയോ കാണാം. അതായത് ബോഡി മെഷർമെന്റ്സ് എങ്ങനെയാണ് എടുക്കുന്നതെന്നത് കറക്റ്റ് ആയിട്ട് കണ്ടാലോ. നമുക്ക് എന്തൊക്കെ മെഷർമെന്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തേക്കാം. ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫുൾ ലെങ്ത് ആണ്. അതെങ്ങനെയാന്ന് നോക്കിയാലോ. ദാ ഈ ഷോൾഡറിന്റെ ഇവിടെ നിന്നാണ് പിടിക്കേണ്ടത്. ഇവിടെ നിന്ന് പിടിച്ചോണ്ട് എത്രയാണോ ചുരിദാറിന്റെ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് എടുക്കാം. ഇവിടെ നമ്മൾ ഒരു 41 എടുക്കുന്നത് കേട്ടോ. അപ്പൊ 41 ഫുൾ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് കൂട്ടിയിട്ട് 43 നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ എടുക്കേണ്ടത് കേട്ടോ. എവിടെ നിന്നാണ്? ഇവിടെ നിന്നാണ് പിടിക്കേണ്ടത്. ഇവിടേക്ക് 41 ഫുൾ ലെങ്ത് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എത്രയാണ് ഷേപ്പ് ലെങ്ത് വരുന്നത് എന്നുള്ളത്. ദാ ഇവിടെയാണ് ഷേപ്പ് ലെങ്ത് വരുന്നത്. അതായത് ബ്രസ്റ്റ് പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഷേപ്പ് ഉണ്ടാവില്ലേ, അത് എവിടെയാണെന്ന് നോക്കാം. ദാ ഇവിടെയാണ് ഷേപ്പ് വരുന്നത്. 13 ഷേപ്പ് വരുന്നത്. അതാണ് ഷേപ്പ് ലെങ്ത്. ആ 13 വരുന്നിടത്ത് നമ്മൾ ഷേപ്പ് റൗണ്ട് എടുക്കാം. ഷേപ്പ് റൗണ്ട് എത്രയാണെന്ന് നോക്കാം. അത് നമ്മൾ അധികം ടൈറ്റ് ചെയ്യാൻ വേണ്ട, അധികം ലൂസും ചെയ്യണ്ട. എടുത്ത് നോക്കി നോക്കാം എത്രയാന്ന് നോക്കാം. 26 ആണ് കിട്ടിയിരിക്കുന്നത്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് +2 ഇഞ്ച് കൊടുക്കാം. ദെൻ നമുക്ക് വേണ്ടത് ഇനി സ്ലിറ്റ് ലെങ്ത് ആണ്. എത്രയാണ് നമ്മൾ സ്ലിറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നത്, അതായത് എവിടെ വെച്ചിട്ടാണ് നമുക്ക് സ്ലിറ്റ് വേണ്ടത് അത് നമുക്ക് എടുക്കാം. നമ്മളിവിടെ 19 സ്ലിറ്റ് എടുക്കുന്നത്. ഇതാ ഇവിടെ വെച്ചിട്ടാണ് സ്ലിറ്റ് എടുക്കുന്നത്. 19 സ്ലിറ്റ്. അവിടെ തന്നെ അതാണ് നമുക്ക് സീറ്റ് റൗണ്ട്. അവിടെ തന്നെ നമുക്ക് സീറ്റ് റൗണ്ട് എടുക്കണം. ആണ് സീറ്റ് റൗണ്ട്. സെയിം മെത്തേഡ് നമ്മൾ ഇവിടെ ഷേപ്പ് റൗണ്ട് എടുത്ത പോലെ തന്നെ ബൈ 4 ചെയ്ത് +2 ഇഞ്ച് കൊടുക്കാം. ഇനി നമ്മൾ ഷോൾഡർ, എല്ലാവർക്കും ഷോൾഡർ ചെയ്യുന്ന സമയത്ത് ഉള്ള ഡൗട്ട് ഇതാ ഈ ഷോൾഡറിന്റെ ഇവിടെ ആയിട്ട് 2 എല്ലുണ്ട് ഈ ഭാഗങ്ങളിലായിട്ട്. ആ എല്ല് അതിനോട് ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് നോക്കാം. ദാ 14 നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടാ. എല്ലാവർക്കും ഇവിടെ ആയിട്ട് ദാ ഇവിടെ കൈ ഒന്ന് പൊക്കിയത്. ദാ ഇവിടെ ആയിട്ടൊരു എല്ലുണ്ട്. ആ എല്ലിന്റെ അവിടെ നിന്ന് 2 എവിടെ നിന്ന് നോക്കുക. 14 14 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അതെന്താണോ കിട്ടുന്നത് അതിനോട് കൂടി -2 ചെയ്യുക. പ്ലസ് അര ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ചുരിദാറിന് കൊടുക്കാറ്. ഒരു കാൽക്കുലേഷൻസ് ഞാൻ സൈഡിൽ എഴുതി കാണിക്കാം. ഇനി നമുക്ക് വേണ്ടത് ആം ഹോൾ ആണ്. ആം ഹോൾ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം ആം ഹോൾ എടുക്കാൻ വേണ്ടിയിട്ട്. ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ ആം ഹോൾ. 13 ഇവിടെ കിട്ടിയിരിക്കുന്നത്. സെയിം മെത്തേഡ് തന്നെ ബൈ 2 ചെയ്യുക. ദെൻ -2 എത്രയാണ് കിട്ടുന്നത് ഇതിനോട് കൂടി -2 ചെയ്യുക. അതാണ് നമ്മുടെ ആം ഹോൾ. ഇനി നമുക്ക് എടുക്കേണ്ടത് സ്ലീവ് ലെങ്ത് ആണ്. അത് നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള കൈയാണെന്നുണ്ടെങ്കിൽ 4 വരെ അല്ലെങ്കിൽ 3, ഏറ്റവും ചെറുത് 3 വരെയാണ് നമ്മൾ വെക്കാറ്. അല്ലെങ്കിൽ 4 വരെ, അല്ലെങ്കിൽ 9, 10. ഇത് നമ്മൾ കുറച്ച് അറ്റം വരെ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ 9 വരെയാണെന്നുണ്ടെങ്കിൽ ഇവിടം വരെയുള്ള മെഷർമെന്റ്സ് എടുത്തതിന് ശേഷം എത്രയാണ് നമ്മൾ സ്ലീവ് റൗണ്ട് എടുക്കുന്നത് അതാണെന്ന് നോക്കുക. +2 ഇഞ്ച് ചെയ്യുക. ഇനി നമ്മൾ ഫുൾ ലെങ്ത് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടത്തെ അളവെടുക്കണം, ഇവിടത്തെ മെഷർമെന്റ്സ് എടുക്കണം. ദാ ഇവിടെയുള്ള മെഷർമെന്റ്, ഇവിടെയുള്ള മെഷർമെന്റ്, ദെൻ ഇവിടെയുള്ള മെഷർമെന്റ്. ഇതിനോട് കൂടി ഒരു 2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ മെറ്റീരിയൽ. ഇനി നമ്മുടെ നെക്ക് വിട്ട് നമുക്ക് ഇഷ്ടമുള്ളതാണ് കൊടുക്കുക. ഒരു മീഡിയം സൈസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ 3, 3.25 നെക്ക് വിട്ട് കൊടുക്കാറുണ്ട്. അതിൽ കുറവും കൊടുക്കാറുണ്ട് കേട്ടോ. അതേപോലെ നെക്കിന്റെ ഡെപ്തും 5.5, 6.5 ആ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കാറ്. ഇത് കൊടുത്തിരിക്കുന്നത് 5.5 റേഞ്ചിലാണ്. അതേപോലെ ബാക്ക് 3 വരെ ഇറക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇഷ്ടം പോലെ 4, 5 അതൊക്കെ നമ്മുടെ ഇഷ്ടം. നെക്കിന്റെ ഡെപ്ത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെയാണ് മെഷർമെന്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ബ്രസ്റ്റ് സൈസ് എടുക്കണം. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ടൈറ്റ് ചെയ്തും പിടിക്കണ്ട, അധികം ലൂസ് ചെയ്തും പിടിക്കണ്ട. അങ്ങനത്തെ ഒരു ഇതാ 32. ദെൻ 32 ഡിവൈഡഡ് ബൈ 4 എത്രയാണോ കിട്ടുന്നത് അതിനോട് കൂടി 2 ഇഞ്ച്. നമ്മുടെ വണ്ണങ്ങളെല്ലാം, അതായത് ബ്രസ്റ്റിന്റെ, അതുപോലെ ഷേപ്പിന്റെ, സീറ്റ് റൗണ്ടിന്റെ നമ്മളെടുത്ത വണ്ണങ്ങളൊക്കെ ഇല്ലേ, അത് എത്രയാണോ അത് ബൈ 4 +2 ഇഞ്ച് കൊടുക്കണം.
ഒരു 2 ഇഞ്ച് വേണം നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇറക്കത്തിന് നമ്മൾ 2 ഇഞ്ച് കൂട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്, നമ്മുടെ കൈക്ക് സാധാരണ ഇവിടം വരെയുള്ള കൈക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ഇഞ്ചാണ് കൂട്ടി കൊടുക്കാറ്. ഇവിടം വരെയൊക്കെ ആകുമ്പോൾ നമ്മൾ 2 ഇഞ്ച് കൂട്ടി കൊടുക്കാം. അത്രേ ഉള്ളൂ.